ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സുജാതയുടെ വീടാണ്. ജീവൻ വീട്ടിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാനേ എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയിരുന്നതാ. എന്താണെങ്കിലും ചികിത്സയൊക്കെ തീർന്നത് കൊണ്ട് തന്നെ അവരുടെ ക്വാർട്ടേഴ്സിലുള്ള താമസവും ഞാൻ അവസാനിപ്പിച്ചു. ഇനി മുതൽ ഞാൻ അമ്മയുടെ ഒപ്പം ഇവിടെ ആയിരിക്കുമെന്ന് ജീവൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുജാതയും ജ്യോതിയും ശരവണനും. അതുമോനെ, ഇവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ എന്ന് സുജാത പറയുമ്പോൾ ജീവൻ പറയുകയാണ്, സൗകര്യമൊന്നും വേണ്ടമ്മേ, അമ്മയുടെ കൂടെ നിലത്ത് പായ വിരിച്ചാണെങ്കിലും കിടക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് ജീവൻ സുജാതയെയും ജ്യോതിയെയും ശരവണനെയും തന്റെ നേരെ നിർത്തിയിരിക്കുന്നതാണ്. തന്റെ കയ്യിൽ ഒരു കത്തിയുമായി ജീവൻ നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാവരും സത്യം മാത്രമേ പറയാവൂ. എന്താ കാര്യമെന്ന് സുജാത ചോദിക്കുമ്പോൾ ജീവൻ പറയുകയാണ്, ഹരിയുടെ നിത്യയുടെ വിവാഹം കഴിഞ്ഞെന്ന് പറയുന്നത് കള്ളമല്ലേ? അതൊന്നും കള്ളമല്ല, സത്യം തന്നെയാണെന്ന് സുജാത പറയുമ്പോൾ ജീവൻ പറയുകയാണ്, ഇനിയുള്ള ചോദ്യങ്ങൾക്കും കള്ളം തന്നെയാണ് പറയുന്നതെങ്കിൽ പെറ്റമ്മേടാണെന്നൊന്നും നോക്കില്ല, ഞാൻ എല്ലാവരുടെയും നാവങ്ങ് മുറിച്ചെടുക്കും. മര്യാദയ്ക്ക് സത്യം പറയാൻ പറഞ്ഞുകൊണ്ട് ജീവൻ അവർക്ക് നേരെ അലറുമ്പോഴേക്കും സത്യം ഞാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിത്യ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഒന്നും പറയരുതെന്ന് സുജാത പറയുന്നുണ്ടെങ്കിലും എന്റെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് നിത്യ പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം ജീവൻ പറയുകയാണ്, തെറ്റ് ചെയ്തവരെ വിചാരണ പോലും നടത്താതെ ശിക്ഷിക്കണം എന്നതാണ് ജീവന്റെ നിയമം. എന്നോട് ചെയ്ത തെറ്റിന് ഇതാണ് ജീവൻ നിങ്ങൾക്ക് വിധിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് സുജാതയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കുകയാണ് ജീവൻ. പെട്ടെന്ന് തന്നെ അമ്മ എന്ന് നിലവിളിച്ചുകൊണ്ട് നിത്യ ചാടി എഴുന്നേൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കല്യാണിയാണ്. അതേസമയം നിത്യയും ഹരിയും കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കല്യാണി ദേഷ്യത്തോടെ പറയുകയാണ്, അച്ഛനെന്തിനാ എൻ്റെ വീണാമ്മയെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്? എനിക്ക് എൻ്റെ വീണാമ്മയെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ അമ്മയെ ഇറക്കി വിടാൻ മാത്രം അച്ഛനാരാ? എനിക്ക് എൻ്റെ വീണാമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ് കല്യാണി. തുടർന്ന് ഹരി സമാധാനിപ്പിക്കാൻ ചെല്ലുമ്പോഴേക്കും ഹരി ദുഷ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് ഹരിയുടെ കയ്യിൽ തട്ടി മാറ്റുകയാണ് കല്യാണി. ഇത് കാണുന്ന നിത്യ പറയുകയാണ്, ഞാൻ ഹരിയോട് അന്നേ പറഞ്ഞതല്ലേ, പൊക്കിൾക്കൊടി ബന്ധത്തേക്കാൾ വലിയ ബന്ധമൊന്നുമില്ലെന്നും കല്യാണി അവളുടെ സ്വന്തം അമ്മയെ തന്നെയാണ് അർഹിക്കുന്നതെന്നും. പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുകയാണ് ഹരി. പിന്നീട് കാണിക്കുന്നത് വീണയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കുന്ന രാമകൃഷ്ണനെയാണ്. ഞാൻ ഇവിടുന്ന് പോകില്ലെന്ന് വീണ പറയുമ്പോൾ വീണയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് രാമകൃഷ്ണൻ. നിനക്ക് ഇവിടുന്ന് ഒരു സ്വത്തും കിട്ടാൻ പോകുന്നില്ല, എല്ലാ സ്വത്തുക്കളും എൻ്റെ മകൻ ഹരിക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് രാമകൃഷ്ണൻ അകത്തേക്ക് കയറി കഥ കടക്കുകയാണ്. പെട്ടെന്ന് തന്നെ വീണയും ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേൽക്കുന്നു. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഹരിയെയും നിത്യയും വീണയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹരിയെയും നിത്യയുമാണ്. രണ്ടുപേരും കൂടി ഒന്നിച്ചിരിക്കുകയും തുടർന്ന് ഹരിക്ക് സന്തോഷത്തോടെ ഉമ്മ നൽകുന്ന നിത്യമാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജീവൻ. ചിലരുടെയൊക്കെ ഹൃദയം തകർന്നിട്ടുണ്ടാകും ഈ കാഴ്ച കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹരിയുടെ കയ്യിൽ കൈയിട്ടുകൊണ്ട് നിത്യ അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴുകയാണ് ജീവൻ. അങ്ങനെ ജീവനും ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. എല്ലാവരും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.